ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടാഗ് എങ്ങനെ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ് ടാഗ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എടുത്താൽ പോലും ഒരു ലോങ് വീഡിയോ എടുത്താൽ പോലും ടാഗ് എങ്ങനെ കൊടുക്കും, ഏതൊക്കെ ടാഗ് കൊടുക്കും നമുക്ക്. എല്ലാവരും കൊടുക്കുന്നത് യൂട്യൂബ് ഷോർട്സ്, സബ്സ്ക്രൈബ് അങ്ങനെയുള്ള ടാഗുകളാണ് കൊടുക്കുന്നത്. ചിലപ്പോഴും തന്നെ നമ്മളിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ, ഒരു സ്റ്റാറ്റസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് അതിനകത്ത് ഞാൻ കൊടുക്കുന്ന ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് വീഡിയോ, മലയാളം സ്റ്റാറ്റസ് അങ്ങനെയൊക്കെയുള്ള ടാഗാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഏത് ടാഗ് കൊടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറാനുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയിട്ട് അതിന് മുന്നേ ഞാനിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ അതൊരു ഫുഡിൻ്റെതായിരിക്കും. ഞാനൊരു ഉച്ചയൂണിൻ്റെ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനെനിക്കൊരു ഉച്ചയൂണ് സംബന്ധമായ കുറേ ടാഗുകൾ എനിക്ക് വേണം. അപ്പം ഞാൻ ഗൂഗിൾ ക്രോമിനകത്ത് ഞാനിപ്പം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തരുവാണ്. നമ്മൾ ഇപ്പോൾ ആ സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം ഏതിനെ പറ്റിയാണ് നമുക്ക് ഏത് ഐറ്റത്തിൻ്റെ ടാഗാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ അവിടെ അടിച്ചു കൊടുക്കാൻ പോകുന്നത് ഫുഡ് അല്ലെങ്കിൽ ഉച്ചയൂണെന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉച്ചയൂണിന് സംബന്ധമായിട്ടുള്ള ടാഗുകളായിരിക്കും എനിക്ക് വരാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോഴും നമ്മൾ ഫസ്റ്റ് ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുക. അവിടെ സെർച്ച് ബാറിൽ ഞാൻ ടാഗെന്ന് മാത്രം കൊടുക്കുക. ടാഗെന്ന് കൊടുത്താലും മതി. കണ്ടോ, ടാഗെന്ന് കൊടുക്കുമ്പോൾ യൂട്യൂബ് ടാഗ് ജനറേറ്റർ ഒപ്റ്റിമൈസർ എന്നും പറഞ്ഞുകൊണ്ട് വരും. കണ്ടോ, ഇവിടെ നമ്മൾ ഈ ഇവിടെ നമ്മൾ ടാഗെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ വന്നെന്തോ യൂട്യൂബ് ടാഗ് ജനറേറ്റർ ആൻഡ് ഒപ്റ്റിമൈസർ. നമ്മളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് നേരത്തെ ഞാനിവിടെ അടിച്ചു കൊടുക്കുന്ന ഉച്ച ഊണ്. എന്നിട്ട് നമ്മളിത് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തിട്ട് കണ്ടോ, അപ്പോൾ ആ ഉച്ചയൂണിനിടാൻ പറ്റിയ ടാഗ് എല്ലാം വന്നത് കണ്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എന്തുവാ ടാഗ് കൊടുക്കുന്നത്, എപ്പോഴും അങ്ങ് #, ഉച്ചയൂണ്, പിന്നെ അല്ലെങ്കിൽ മലയാളം ഊണ്, ലഞ്ച്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടോ, അപ്പോൾ എന്തിനു വേണ്ടി ടാഗ് വന്നു. ഇതൊരു നല്ലൊരു ഓപ്ഷൻ അല്ലേ. അപ്പം ഏത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റാറ്റസ് കൊടുക്കുക. എന്നിട്ട് ഞാൻ സെർച്ച് ചെയ്യുമ്പം കണ്ടോ സ്റ്റാറ്റസ്, അതിൻ്റെ ടാഗ് കണ്ടോ. അപ്പം ഞാൻ ഉച്ചയൂണിൻ്റെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരുവാണേ. എന്നിട്ട് നമ്മൾ ഈ കോപ്പി ടാഗ് കൊടുക്കുക. കോപ്പി ടാഗ് കൊടുത്തിട്ട് അപ്പോഴത് കോപ്പി ആയിട്ടുണ്ട്. എന്നിട്ട് ബാക്കായിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് ഞാനിപ്പോഴും ഏതെങ്കിലും ഒരു ഉച്ചയൂണിൻ്റെ ഒരു വീഡിയോയ്ക്കകത്താണ് ഞാനിത് കൊടുക്കാൻ പോകുന്നത്. എഡിറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. എഡിറ്റ് ഓപ്ഷൻ എടുക്കുക. ഞാനിപ്പം ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു പേജാണ്. ഇവിടെ പക്ഷേ മാക്സിമം നമ്മളിവിടെ ടാഗിൻ്റെ ഓപ്ഷൻ കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കൊടുക്കണ്ട, പിന്നെ ഒരെണ്ണമൊക്കെ കൊടുത്തോളൂ. ടൈറ്റിൽ എന്ന് പറയുമ്പം നമ്മൾ ടാഗ് കൊണ്ട് അവിടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ടൈറ്റിൽ എന്ന് പറയുന്നത് എപ്പോഴും അതൊരു നമ്മൾ ടൈറ്റിൽ കൊടുക്കത്തില്ലേ, അതാണ് സംഭവം വരുന്നത്. പിന്നെ ആഡ് ഡിസ്ക്രിപ്ഷൻ എടുക്കുക. എന്നിട്ട് ഞാൻ വേറെ ഒന്നും ടൈപ്പ് ചെയ്തിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മളൊരു പാരഗ്രാഫ് ഓൾറെഡി കൊടുക്കണമല്ലോ. അപ്പം അത് കൊടുത്തിട്ട് അതിൻ്റെ താഴേൽ ഈ ഡിസ്ക്രിപ്ഷൻ എന്തുവാ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചിലപ്പോൾ അവിടെയും നമ്മൾ #, കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ #ൻ്റെ കൂടെ തന്നെ കൊണ്ടുവച്ചിട്ട് എന്ത് വേണം, പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ നമ്മൾ അവിടെ കോപ്പി ചെയ്ത് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്ക് പോയിട്ട് ഇവിടെ കണ്ടോ ആഡ് ടാഗിൻ്റെ അടുത്ത് എന്ത് വേണം, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ സേവ് ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മളുടെ അവിടെ സേവ് ആയിട്ടുണ്ട്. നമുക്കതെടുത്ത് നോക്കാം. വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നോക്കിയേ, കണ്ടോ ഇവിടെ നമ്മൾ കൊടുത്ത എല്ലാം വന്നിട്ടുണ്ട്. കണ്ടോ, ടാഗെല്ലാം ഇവിടെ ആയിട്ടുണ്ട്.
ഇങ്ങനെയാണ് നമ്മളൊരു ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാവരും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി. ഇനി ടാഗ് ചെയ്യാൻ ആരും ബുദ്ധിമുട്ടാന്ന് പറയരുത്. നമ്മൾ അവിടെ ഗൂഗിൾ ക്രോമിൽ പോയി നമുക്ക് വേണ്ട കണ്ടൻറ്റിൻ്റെ എന്തുവാണെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കോപ്പി ചെയ്യുക, നമ്മളെ ഡിസ്ക്രിപ്ഷൻ്റെ ലാസ്റ്റ് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, പിന്നെ നമ്മളെ ടാഗിലും പേസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കേ.